ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഇന്ത്യൻ വെബ് സീരീസിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് 2019 ഇറങ്ങിയ കാഫിർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ വെബ് സീരീസിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ടാണെങ്കിൽ സോനം നായരാണ് ഇതിൻ്റെ ഒരു വെബ് സീരീസിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന മോഹിത് റെയ്ന. നമ്മുടെ കൈലാസനാഥൻ സീരിയൽ നമ്മൾ കണ്ട ഒരു ശിവൻ്റെ റോൾ ചെയ്ത പുള്ളിയില്ലേ, അതാണ് മോഹിത് റെയ്ന. അദ്ദേഹമാണ് ഇതിനുള്ള മെയിൻ ഹീറോ റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. കൂടെ ദിയ മിർസ എന്ന് പറഞ്ഞ ഒരു നായികയും ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു താരങ്ങളും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് ഞാൻ സിനിമയാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നെയാണ് മനസ്സിലായി ഇതിൻ്റെ ഒരു വെബ് സീരീസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിൻ്റെ ഒരു തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തി മാറി ഇന്ത്യയിൽ വന്ന ഒരു പാകിസ്ഥാൻ വംശീയായ ഒരു സ്ത്രീയെ 7 വർഷമായിട്ട് ജയിലിലടച്ചതും തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർ നമ്മുടെ അതിർത്തിയിൽ അറിയാതെ പെട്ടുപോയ അവരെ 7 വർഷമായിട്ട് ഇന്ത്യൻ ജയിലിലാണ്. അവരെ തിരിച്ചവരെ നാട്ടിലേക്ക് അയക്കുന്നതും അവരുടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെയും കൂടെ നാട്ടിലേക്ക് എന്നതുമായ ഒരു സംഭവബഹുലമായ ഒരു കഥയാണ്. ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു സംഭവമായിട്ടൊക്കെ വരും. അങ്ങനത്തെ ഒരു കഥയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിലെ മെയിൻ ലീഡ് റോളായ വേദാന്ത് എന്ന് പറഞ്ഞൊരു കഥാപാത്രമായി മോഹിത് റെയ്ന വരാൻ നേരത്ത് ഇതിൽ നമ്മൾ ആ മോഹിത് റെയ്നയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കേണ്ട കാര്യമുണ്ട്. പാകിസ്ഥാൻ ആർമിയിൽ മരിക്കപ്പെട്ട ഒരു സഹോദരനുള്ളൊരു ഫാമിലിയാണ് ഈ മോഹിത് റെയ്നയും അദ്ദേഹത്തിൻ്റെ ഫാമിലി. അപ്പം പാകിസ്ഥാൻകാർക്ക് ഒരു സഹായം ചെയ്യുമ്പോഴുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണൊരു തീമെങ്കിലും ഇനി റിയലിസ്റ്റിക് ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഒരുപാട് അതിർത്തി മാറിക്കറിയ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ ജയിലിൽ പലയിടങ്ങളിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അപ്പോൾ അത് മുഖാന്തരം കൂടെ തയ്യാറാക്കാണ് വെച്ചിരിക്കുന്നത്. ഞാനൊരു സിനിമയെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഒരു ഇന്ത്യൻ വെബ് സീരീസാണ്, 2019 ഇറങ്ങിയതാണെന്നൊക്കെ. പിന്നെ കൈലാസനാഥൻ എന്ന് പറഞ്ഞ ഒരു സീരിയലിന് ശേഷം മോഹിത് റെയ്നയെ സ്ക്രീനിൽ ഇപ്പോഴാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വെബ് സീരീസ് ഇപ്പോഴാണ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മലയാളം ഡബ്ബിങ്ങാണ് ഞാൻ കണ്ടത്. അതിൽ ആ ഒരു ശിവൻ്റെ വോയിസ് കൊടുത്ത പുള്ളി ആരാണോ അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന് ഇതിൽ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കാഫിർ എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് ഒരു കിഡിലൻ സ്റ്റോറി എലമെൻറ്റും കാര്യങ്ങളൊക്കെ വെബ് സീരീസാണ്. പിന്നെ ഇത്തിരി സ്ലോ ഫേസാണ് പടം, നല്ല ഒരു ഇഴച്ചിലോട് കൂടിയാണ് ഇങ്ങനെ ഈ വെബ് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പിന്നെ മലയാളം ഡബ്ബിങ് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ നല്ലൊരു കഥ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച ഒരു വെബ് സീരീസാണ് കാഫിർ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അവിടെ പെട്ടുപോകുന്ന ഒരു പാകിസ്ഥാൻ വംശീയായ ഒരു യുവതിയുടെ കഥയും അവരെങ്ങനെ തിരികെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു മികച്ച തന്നെയാണ്. നമുക്ക് മോഹിത് റെയ്നയെ കൈലാസനാഥൻ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഇറങ്ങി ഒരു മറ്റൊരു കഥാപാത്രത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു ത്രില്ലർ മൂഡൊക്കെ വേറെ തന്നെയായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രയേ പറയുള്ള ആ വെബ് സീരീസിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. കാഫിർ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിനെ പറ്റി എനിക്ക് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കുക. നല്ലൊരു വെബ് സീരീസും കാര്യങ്ങളൊക്കെയാണ് കാഫിർ എന്ന് പറഞ്ഞ വെബ് സീരീസ്. സോ മിസ്സാക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് കാഫിർ എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷമായിട്ട് വരുന്ന വയ്ക്കുന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.